ഹായ് മച്ചുവരെ ഇവിടെ എല്ലാവർക്കും ഒരു പുള്ളിയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനത്തെ ഇന്ന് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തവർ കിടുക്കാച്ചി കാച്ചിൻ്റെ വീടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തുള്ളി കളിച്ച് പോകുന്നത് കണ്ടിട്ട് അറിയുമ്പോൾ ഞാനത് ഈ പ്രാവശ്യം ഇവിടെ നമ്മൾ ഒരുപാട് ചാക്കുകളിലായിട്ട് ഞാനതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കാച്ചിൽ നമുക്കിവിടെ സ്ഥലം കുറവായതുകൊണ്ട് തറയിൽ നടാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ തുരപ്പൻ്റെ ഭയങ്കരമായിട്ടുള്ള ശല്യം ഉള്ളതുകൊണ്ട് ഞാനത് ചെറിയൊരു രീതിയിൽ ഈ പ്രാവശ്യം ചാക്കിലാണ് നട്ടത് കേട്ടോ. അപ്പോൾ ഒത്തിരി കരിയിലയാണ് കേട്ടോ, കൂടുതലും കരിയിലയും പിന്നെ കുറേശ്ശെ മണ്ണൊക്കെ ഇട്ട് കരിയില ഇങ്ങനെ സെറ്റാക്കി ഇട്ട് നട്ടതാണ്. പക്ഷേ അത് ഇവിടെ രണ്ട് ചാക്ക്, ഞാൻ ഈ സൈഡിൽ രണ്ട് ചാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ചാക്കൂടെ എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ മറച്ചിട്ട് നമുക്ക് തട്ടി കുടഞ്ഞെടുക്കാം. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന ചാക്ക് എടുക്കാതെ ഞാൻ ഓർത്ത് ഇത്രയും കിഴങ്ങ് കാണത്തില്ല, സാധാ ചാക്കിലല്ലേ, അപ്പോൾ കുറച്ച് കിഴങ്ങ് കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചങ്ങം വരെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ആദ്യമായിട്ടാണ് കേട്ടോ ഏകദേശം ഞാൻ ഈ ചാക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കണം കേട്ടോ. അതുമാത്രമല്ല, ഈ ഇതിനകത്തിരുന്ന് കിഴങ്ങ് ടൈറ്റായിട്ട് കിഴങ്ങ് പുറത്തോട്ട് വന്നു. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചു. അതായത് ഒരു കാലിത്തീറ്റ ചാക്കാണ് കേട്ടോ. അത് നമ്മൾ ഈ കന്നുകാലികൾക്കൊക്കെ തീറ്റ എടുക്കുന്നില്ലേ ചാക്ക്, അപ്പോൾ ആ തീറ്റ ചാക്ക് അതിലാണ് ഞാൻ കരിയിലൊക്കെ വാരിയിട്ടു. ഏറ്റവും മുകളിലോട്ട് ഒരൊറ്റ ചുവടാണ് കേട്ടോ ഇത്. അതിലിങ്ങനെ പക്ഷേ മൂന്ന് എൻ്റെ ബ്രാഞ്ചായിട്ട്, അതായത് മൂന്ന് വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു പോയതാണ്. എൻ്റെ പൊന്നു ചങ്ങന്മാരെ, ഏതൊരു കർഷകനെ സംബന്ധിച്ചോളം അപ്പോൾ ഇങ്ങനത്തെയുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഒത്തിരി സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിസ്സാരം പോലെ പെട്ടെന്ന് കാച്ചിലങ്ങ് എടുക്കാം. ഞാനിതിന് മുൻപ് ഒരുപാട് പ്രാവശ്യം കാച്ചിലിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലതരം വെറൈറ്റി കാച്ചിലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഞാനിങ്ങനെ കാച്ചിൽ, ഈ ചേമ്പ്, ചേന, നമ്മുടെ നനകിഴങ്ങ്, അതുപോലെ തന്നെ മുക്കിഴങ്ങ്, പിന്നെ നമ്മളെ ചെറുകിഴങ്ങ്, അങ്ങനെ ഒത്തിരി കേട്ടോ, മധുരക്കിഴങ്ങിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ വർഷം ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്, ഞാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് സംഭവം സിമ്പിളായിട്ട് തീരുമെന്ന് കരുതി പെട്ടെന്ന് എടുക്കാമെന്ന് കരുതി. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതായത് ആ ഒരു ചാക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് കിഴങ്ങായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ഒരു വർഷത്തേതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വെട്ടി അതിൻ്റെ, ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെട്ടി അതിനെ വേവിക്കുന്നത് കേട്ടോ, അതേ നന്നായിട്ട് നമ്മൾ വേവിച്ച് കഴിക്കുന്നത്, കാന്താരി മുളക് വെച്ച് കഴിക്കുന്ന വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഇതെൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു കേട്ടോ. കാര്യം ഈ ചാക്ക് കംപ്ലീറ്റ് ആയിട്ട് കിഴങ്ങായിരുന്നു. അതായത് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാലത്തിൻ്റെ ചാക്ക് എന്ന് പറയുമ്പോൾ എത്ര സൈസ് കാണുമെന്ന്. പ്രത്യേകിച്ച് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്ത് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്കുള്ള കിഴങ്ങുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റും അത് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കും കാണിക്കാമേ. അപ്പോൾ ചങ്ങന്മാരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് കാച്ചിലൊക്കെ നടാനായിട്ട് ഒത്തിരി ഇത് സ്ഥലം കുറവാണെങ്കിൽ, പോരായ്മ ഉണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചാക്കിൽ നടുക. എന്നിട്ട് ഇതിൽ നല്ല ഉയരമുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ സാധാ പടർത്തുന്നത് പോലെ കയറ് കെട്ടി പടർത്തുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു മഹാഗണി ഉണ്ട് കേട്ടോ. ആ ഒരു മഹാഗണി മരത്തിലാണ് ഞാനിങ്ങനെ പടർത്തിയത്. എൻ്റെ പൊന്നു ചങ്ങന്മാരെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഫ്രണ്ടിലിരിക്കുന്ന ചാക്ക് മാറ്റിയിട്ടായിരുന്നേൽ നമുക്കത് പെട്ടെന്ന് എടുക്കാമായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഞാൻ ഇത്രയും കിഴങ്ങുണ്ടെന്ന് കരുതിയില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ തറയിലൊക്കെയാണ് കേട്ടോ, ഒരു സൈഡിലൊക്കെ ഞാൻ കുറച്ച് ഇത്തിരി വെളിച്ചവും കാര്യങ്ങളും, അത് മാത്രം ഇത്തിരി നടാനൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ തറയിലാണ് ഞാൻ നമ്മൾ സാധാരണ മണ്ണ് വെട്ടിക്കൂട്ടി കരിയിലൊക്കെ ഇട്ടു നല്ലതുപോലെ കൂമ്പാരം കൂട്ടിയാണ് നട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒത്തിരി പാടാണ് കേട്ടോ. കിഴങ്ങൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാര്യം കിഴങ്ങ് ഒരുപാട് താഴോട്ട് പോകും. അപ്പോൾ താഴ്ന്നു പോയി കഴിയുമ്പോൾ നമുക്കത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. വെട്ടി നമ്മുടെ ഇടപാട് തീരും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് നമുക്ക് ചാക്കിൽ നിന്നാണ്. അപ്പോൾ എന്താ പറയാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എൻ്റെ കിളി പയ്യ ഒരു കാച്ചിൽ വെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ കാച്ചിലിൻ്റെ വീഡിയോസ് നമ്മൾ പല രീതിയിലുള്ള പോസ്റ്റ് ചെയ്യെങ്കിലും, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെയും കിളി പോയ ഒരു കാഴ്ചയാണ്. കാര്യം ഏതെങ്കിലും വാക്കൊന്നെടുത്ത് തട്ടി സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ ആ ഭാഗത്തെല്ലാം കംപ്ലീറ്റായിട്ടും കിഴങ്ങ് തന്നെയാണ്. ഇത് അതായത് മുകളിൽ തൊട്ട് താഴെ അറ്റം വരെ ഇത് കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടല്ലോ. പക്ഷേ ചാക്കിൽ എനിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വിളവ് കിട്ടുന്നത്. അതായത് ഇത്രയും വലിയൊരു കാച്ചിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇല്ലാതെ നമ്മൾ തറയിലൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്കിതുപോലെ കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും അധികം കിട്ടാറുമില്ല കേട്ടോ. ഒരുപക്ഷെ തറയിൽ നമ്മുടെ മണ്ണൊക്കെ നല്ല ടൈറ്റാണെങ്കിൽ അങ്ങനെ കിഴങ്ങങ്ങനെ എന്താ പറയുക, തറയിൽ നല്ല ചേർന്ന് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷേ ഇത് ചാക്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പരിപാടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു സത്യം പറഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതായത് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്തായാലും നമുക്ക് കുറച്ച് കാച്ചിലൊന്ന് വെച്ച് കഴിക്കാം എന്നുള്ള ഒരു മോഹവുമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷേ ഇത് ചാക്ക കട്ട് ചെയ്ത് വന്ന സമയത്ത് എൻ്റെ കിളി പോയി. പിന്നെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാക്കിൻ്റെ സൈഡ് കംപ്ലീറ്റും അതിൻ്റെ കാച്ചിലിൻ്റെ വേര് കംപ്ലീറ്റ് നല്ല ടൈറ്റായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല ചങ്ങന്മാരെ. കാര്യം എൻ്റെ കിളി പോയി നിൽക്കുന്നുണ്ട്. അതായത് ഇത്രയും ഒരു സന്തോഷത്തോടെ നിന്ന് കാച്ചിൽ കെട്ടുന്നത് ഒരു പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇത് ഇത്ര ഒരു കിഴങ്ങ് അല്ലെങ്കിൽ ഇത്രയും കാണത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ച വെറും 2 കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കിഴങ്ങ്, ഒരു കുഞ്ഞു കിഴങ്ങ് മാത്രമായിരിക്കും. കാര്യം ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കിഴങ്ങ് കൂടെ വെളിയിൽ വന്നതുകൊണ്ട് ഞാൻ ഓർത്ത് അത്ര തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് അത്ര മാത്രമല്ല, അതിൻ്റെ ആ മറു സൈഡും പിന്നെ അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി അടിപൊളിയുണ്ട്, അടിപൊളി. പിന്നെ ചങ്ങന്മാരെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും അതായത് ഇതുപോലെ ചാക്കിലൊക്കെ ഒന്ന് കൃഷി ചെയ്യണം കേട്ടോ. ഇനി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറയുന്ന സമയത്ത് അവർ പറഞ്ഞത്, എടാ ഞങ്ങളിത് നടാനൊന്നും അധികം സ്ഥലമില്ല എന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിന് ശേഷം ഞാൻ ഈ കിഴങ്ങൊക്കെ എടുത്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു കേട്ടോ, ഇങ്ങനെ ആരെങ്കിലും ചാക്കുകളിലൊക്കെ നട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ സ്ഥലപരിമിതി കൊണ്ടും അവർ ഇതേപോലെ ചാക്കിൽ വെച്ചിട്ടുണ്ട്, ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. വലിയ ഗ്രോ ബാഗ് മേടിച്ചിട്ട് അതിനകത്ത് അതുപോലെ കരിയിലയും അതായത് നമ്മൾ ചപ്പും ചവറൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നട്ടിരിക്കുന്ന കാഴ്ചകളും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. ഞാൻ പക്ഷേ അങ്ങനെ മറ്റ് വീഡിയോസൊന്നും കണ്ടിട്ടല്ലോ ഞാനിങ്ങനെ നട്ടത്. എനിക്കിവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. അപ്പോൾ ഇതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഇത് നടുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മളിതിൻ്റെ വിത്തെടുക്കുകയും അതുപോലെ തന്നെ ചാണകപ്പാലിൽ, അതായത് നമ്മുടെ ചാണകം നല്ലപോലെ കലക്കി അതിൽ നമ്മളിത് ഇങ്ങനെ എന്താ പറയുക നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തു. ചാണകപ്പാൽ നല്ലൊന്ന് എടുത്തതിന് ശേഷം അത് നമ്മൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ, അതായത് ഒരു എന്താ പറയുക ഒരു ഈർപ്പോ മറ്റു കാര്യങ്ങളില്ലാതെ ആ വെയിലത്ത് വെച്ച് തന്നെ വെയിലിൽ വെച്ച് നല്ലതുപോലെ ഉണക്കിയാണ് നമ്മൾ സാധാ കാച്ചിൽ, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, മുക്കിഴങ്ങ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നടുന്നത്. ഞാനും അതുപോലെ തന്നെയാണ് നല്ലതുപോലെ വെയിലത്ത് വെച്ചു. ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് ഉണക്കി നല്ല സെറ്റാക്കിയതിന് ശേഷം ഒരു സൈഡിൽ ഒതുക്കി വെച്ചു. അപ്പോൾ ഒരു സൈഡിൽ ഒതുക്കി വെച്ചതിന് ശേഷം, അതായത് അധികം വെയിലൊന്നും അടിക്കാത്ത ഒരു സൈഡിൽ നമ്മൾ ഒന്ന് രണ്ട് ഇതുപോലെ ഒരു സ്റ്റെയറിൻ്റെ സൈഡിൽ കേട്ടോ, ഒരു സ്റ്റെയറിൻ്റെ അടിയിലാണ് ഞാനിങ്ങനെ കൊണ്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാലക്രമേണ അവിടെ ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ പുതിയ മുള പൊട്ടി നല്ല അടിപൊളിയായിട്ട് കാച്ചിരുത് ഇങ്ങനെ മുളച്ചിങ്ങനെ അതിൻ്റെ മുളയെല്ലാം പൊട്ടി വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത് ഇങ്ങനെ നടുന്നത് കേട്ടോ. അപ്പോൾ നട്ട് നല്ല സെറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്താ പറയുക, അങ്ങനെ സാധാരണ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഏതെങ്കിലും കാച്ചിലൊക്കെ നമ്മൾ വെച്ചു അതിൻ്റെ മുളയൊക്കെ പൊട്ടിയതിന് ശേഷമാണല്ലോ നമ്മൾ നടുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെയും തറയിലും നട്ടിട്ടുണ്ട് കേട്ടോ, തറയിലും നട്ടിട്ടുണ്ട്, ചാക്കിലും നട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ, ഇതിന് മുൻപ് നമ്മൾ മുക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഈ കൃഷി ഐറ്റംസ്, അതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇതുപോലെ കൃഷിയും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണ് കേട്ടോ. അപ്പോൾ പലതരം വെറൈറ്റി വിത്തുകളും നമ്മൾ ഇതേപോലെ കാച്ചിൻ്റെ ആയിരുന്നാലും അല്ലെങ്കിൽ പച്ചക്കറി വിത്തുകളായിരുന്നാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും കേട്ടോ. അതേപോലെ അവർക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പച്ചക്കറികളുടെ വിത്തോ അല്ലെങ്കിൽ നല്ല ഹൈബ്രിഡ് വിത്തുകൾ. അപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ വെണ്ടയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചതുരപ്പയർ, ഇതൊക്കെ ഇപ്പം നല്ല വലിയ നല്ല നീളമുള്ള വെണ്ടയുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി നീളമുള്ള ചതുരപ്പയറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പുതിയ വെറൈറ്റി വിത്തൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങൾക്ക് എന്താ പറയുക എനിക്ക് ഒരു മേടിച്ച് തരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി പലതരം ചീര വിത്തുകൾ, പിന്നെ നമ്മളെ പ്ലാത്താങ്കര അറിയാമല്ലോ നിങ്ങൾക്ക്, പ്ലാത്താങ്കര ചീരയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഇതൊക്കെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൃഷി ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര രസമായിരിക്കും, നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും. പിന്നെ ഈ വർഷാവർഷം ഞങ്ങൾക്ക് ഇതുപോലെ ഈ വിളവ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഫലമാണല്ലോ ഈ കാച്ചിൽ. ഇതേപോലെ കാച്ചിലായിരുന്നാലും നമ്മൾ ഏത് കൃഷി ചെയ്തിരുന്നാലും ശരിയാണ് കേട്ടോ. അപ്പോൾ ചങ്ങന്മാരത് ഞാൻ ഒരു വിധത്തിൽ ആ ചാക്കിൽ നിന്നൊക്കെ വലിച്ചു പറക്കി ഇങ്ങനെ പൊക്കി എടുത്ത് കേട്ടോ. അപ്പോൾ എടുത്തതിന് ശേഷം എൻ്റെ കിളി പോയിട്ട് എനിക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഒരു ചാക്കിൽ വെച്ചിട്ട് ഇത്രയും കിഴങ്ങ് കിട്ടുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചങ്ങന്മാരെ, നിങ്ങളിതേപോലെ ചാക്കിലോ തറയിലൊക്കെ കൃഷികൾ ചെയ്യുക. എല്ലാവരും നല്ലതുപോലെ കൃഷിയൊക്കെ ചെയ്യുക. അധികം കെമിക്കലോ പറ്റുന്നോ ഇല്ലാത്ത നല്ല അടിപൊളി നല്ല ഫുഡ് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നല്ല എന്താ പറയുക നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ എല്ലാതരം കൃഷികളും ചെയ്യുക, ഗ്രോ ബാഗിലായിരുന്നാലും ചാക്കുകളിലായിരുന്നാലും നല്ല അടിപൊളി കൃഷികളൊക്കെ ചെയ്യുക. അപ്പോൾ ചങ്ങന്മാരെ, ഈ വീഡിയോ ഞാനത് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ചാക്കിനകത്ത് ഇത്രയും കിഴങ്ങ് കിട്ടി, അത് ഏകദേശം ഒരു എത്ര കിലോ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കൃഷി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ഞാനെങ്കിലും കിലോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചങ്ങന്മാരെ, ഞാൻ എൻ്റെ അടുത്ത ചോടുകയാണ്. ഇതേപോലെയാണ് ഞാൻ ചാക്കിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന വള്ളി കൂടെ ജസ്റ്റ് ഒന്ന് മരം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പക്ഷേ ഇതുകൂടെ കട്ട് ചെയ്യണമായിരുന്നെങ്കിൽ നമുക്കങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. ഇതേപോലെ ഒരു മഹാഗണി മരത്തിലാണ് കയറ്റി വിട്ടത്. അപ്പോൾ ചങ്ങന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.